ഇതില് ഏതായിരുന്നാലും BJP-യുടെ നേതാവിന് ഈ ചർച്ചയിൽ ഇനി സമയം കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പോൾ ബഹിഷ്കരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ബഹിഷ്കരിച്ചിട്ടില്ല, ദയവായിട്ട് അങ്ങ് തിരുത്തണം. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രതിനിധി വന്ന് ഞങ്ങളോടൊരു കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോഴും പറയും. പക്ഷേ ന്യൂസ് അവർ ചർച്ചയിൽ മര്യാദയില്ലാത്ത പെരുമാറ്റം തുടർച്ചയായി വന്നപ്പോൾ ഞങ്ങൾ ഇനി ആ ചർച്ചയ്ക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് ബഹിഷ്കരണമല്ല. നിങ്ങളും അങ്ങനെ പല ഘട്ടങ്ങളിൽ തീരുമാനമെടുത്തിട്ടുള്ളവരാണ്. ഞങ്ങൾ മാന്യതയോടെയേ പെരുമാറൂ. ഒരു ചർച്ചയിൽ തിരിച്ച് ഞങ്ങളോടും മാന്യമായി പെരുമാറണം. ഇപ്പോൾ ഒരു അവതാരകന് കൈകൂപ്പി യാചിക്കേണ്ടി വന്നല്ലോ ഒരു നേതാവിനോട്, ഞാൻ മുട്ടുകാലിൽ ഇഴഞ്ഞിരിക്കുന്നു, ദയവായി നിർത്തൂ എന്ന് യാചിക്കേണ്ടി വന്നല്ലോ. ഞങ്ങളോട് ആർക്കും അങ്ങനെ യാചിക്കേണ്ടി വരില്ല. പരസ്പരം മര്യാദയോടെ പെരുമാറുക, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞു റേറ്റിംഗ് കൂടി. ഞാൻ ചോദിക്കട്ടെ സാന്ദർഭികമായിട്ട്, ഈ ചർച്ചയിൽ ഇപ്പോൾ ഞാനും BJP നേതാവും കൂടി ഒരു അടിപിടി ഉണ്ടായി എന്ന് കരുതുക. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, നമുക്കറിയാം. ഒരു അടിപിടി ഉണ്ടായി എന്ന് കരുതുക, നമ്മൾ അടുത്താണ് ഇരിക്കുന്നത്, അങ്ങനെ സങ്കല്പിക്കുക. എല്ലാവരും ഈ ചാനൽ കാണും, ഒന്നാമതെത്തും. അതിൻ്റെ അർത്ഥം ആ അടിപിടിക്ക് കേരളീയ സമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണോ? വിവാദവും കോമാളിത്തരവും തോന്നിവാസവും ഒക്കെ നടക്കുമ്പോൾ ആളുകൂടും. ഇപ്പം നടുറോഡിൽ നിന്നിട്ട് ഒരാൾ വിവസ്ത്രനായ ജനം ഓടിക്കൂടും. അതിൻ്റെ അർത്ഥം ജനത്തിന് അതിന് പിന്തുണയുണ്ടെന്നല്ല, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഇനി അതോടൊപ്പം തന്നെ ഒന്ന് പറയട്ടെ, റേറ്റിംഗ് ശാസ്ത്രീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഏത് TV ചാനൽ കാണും നിങ്ങൾക്കറിയോ? ആ സാമ്പിളിംഗ് എങ്ങനെ സയൻറ്റിഫിക് നിങ്ങൾക്കറിയോ? കേരളത്തിലെ 2 കോടിയിൽ പരം വരുന്ന ടെലിവിഷൻ പ്രേക്ഷകരിൽ എത്ര പേരുടെ ടെലിവിഷൻ കാണുന്നതിനെ സംബന്ധിച്ച് കണക്കെടുക്കുന്നുണ്ട്? ആ സാമ്പിളിങ്ങിൻ്റെ ശാസ്ത്രീയത എന്താണ്? ആർക്കെങ്കിലും അറിയോ? ഇനി നിങ്ങൾ പറയുന്നത് ശരിയാണെന്നിരിക്കട്ടെ, ഏറ്റവും കൂടുതൽ പേര് വായിക്കുന്ന പത്രം പറയുന്നതാണോ ഏറ്റവും വലിയ ശരി? നിങ്ങൾ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ പല മനഃശാസ്ത്രവുമുണ്ട്. അങ്ങേതായാലും ഈ വാദമൊക്കെ ഉയർത്തിയത് ഒരു കൗതുകരമായിട്ട് എടുക്കുന്നു. ഏതായാലും അങ്ങ് എടുത്ത് അത്ര സമയം എടുക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. കാഷ്വൽ റിലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങ് ഒന്നുകൂടി പരിശോധിക്കണം. വൻ സ്വാധീനം എന്ന് കൊടുത്ത ചാനൽ ഇവിടെ ഉണ്ട് കേരളത്തിൽ. പിന്നെ അവരത് മുക്കി, അത് മാറ്റി. പക്ഷെ അത് തന്നെ എടുത്ത് തലയിൽ വെച്ച് നടക്കണോ എന്ന് അങ്ങ് നന്നായിട്ട് ഓർക്കണം. 2, കാഷ്വൽ അസോസിയേഷൻ എന്ന് പറയുന്ന ആ രേഖ എന്നെ ഒന്ന് കാണിക്കണം. അല്ല പറയട്ടെ, അല്ല ഇനി നിങ്ങൾ ഇടപെടുന്ന മര്യാദയല്ല, ഒരിക്കലും മര്യാദയല്ല. നിങ്ങൾ ആ രേഖ ഈ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ചാനൽ ചർച്ചയിലോ കൊണ്ടുവരണം. ഞാൻ അങ്ങേ വെല്ലുവിളിക്കുന്നില്ല, സ്നേഹപൂർവ്വം അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ആ രേഖ ഒന്ന് കാണിച്ചിട്ട് പറയണം, ഇതാ ഇതിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ സ്വപ്നം കണ്ടതല്ല എന്ന് പറയണം. 2, ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചു എന്നാണ് BJP പ്രസിഡന്റിന്റെ ആരോപണം. ആരാ വിളിച്ചത്? പറ, ഈ ചർച്ചയിൽ അങ്ങ് പറ. ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി അതിനെയാണ് വിമർശിച്ചത്. അതോടൊപ്പം തന്നെ ഈ കൺസൾട്ടൻസി നിയമനത്തെക്കുറിച്ച് പറയുമ്പോൾ എയർ ഇന്ത്യ സ്റ്റാർസിലെ നിയമനത്തെക്കുറിച്ച് എന്താ പറയാത്തത്? അത് കിട്ടിയ വഴിയെക്കുറിച്ച് എന്താണ് ആശങ്കയില്ലാത്തത്? ആ ആരോപണത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയോ? പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഇത് മര്യാദയാണോ? മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ കമ്പനി ഉണ്ടെന്ന് പ്രചരിപ്പിച്ചവരല്ലേ നിങ്ങൾ? മുഖ്യമന്ത്രിയാകുന്നതിന് എത്രയോ മുമ്പാണ് IT വിദ്യാഭ്യാസം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു സ്ഥാപനം ആരംഭിച്ചത്. അച്ഛൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് അവസാനിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അമിത്ഷായുടെ മകൻ 50,000 ഇരട്ടിയായി വരുമാനം വർദ്ധിപ്പിച്ച കമ്പനി എങ്ങനെ ഉണ്ടായി? അതേപോലെ എന്തെങ്കിലും വഴിവിട്ട സഹായം വന്നോ? നിങ്ങൾ വിമർശിക്ക്. ഞാൻ അമിത്ഷായുടെ മകനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ ഈ രൂപത്തിൽ പതിറ്റാണ്ടുകളോളം വേട്ടയാടിയ ഒരാളെ ഇപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് മകൾ, ഭാര്യ, മകളുടെ കമ്പനിയിൽ വരുന്ന ആളുകൾ താമസിക്കുന്ന ഹോട്ടൽ, അതിൻ്റെ മുന്നിലെ വഴി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ വില കുറഞ്ഞു പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴും പ്രതി ഇവിടെ നിന്ന് നാട് വിട്ടു പോകുമ്പോൾ അവസാനം വിളിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ അന്ന് അവരുടെ പേരിലുള്ള കേസ് കസ്റ്റംസിന്റെ കയ്യിലാണ്. കസ്റ്റംസ് പ്രതിയെ കൈമാറണം എന്ന് പറഞ്ഞിട്ടില്ല. കസ്റ്റംസ് പ്രതിയെ കൈമാറണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവിടെ അന്വേഷണ സംഘം രൂപീകരിച്ചു. അതിനു മുമ്പ് അതിർത്തി കടന്നു. അന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ എല്ലാ സംസ്ഥാനത്തും നിലവിലുള്ള നിയമം വെച്ച് അതിർത്തി കടക്കുമ്പോൾ, കർണാടകയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർണാടകയുടെ ഉദ്യോഗസ്ഥന്മാരാണ് പരിശോധിക്കുന്നത്. കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പരിശോധനയില്ല. ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ പരിശോധന. അവിടെയും പിണറായി ആണോ മുഖ്യമന്ത്രി? ഇവിടെ ബഹുമാനായ കോൺഗ്രസ് നേതാവ് പറയുമെന്ന് എനിക്കറിയില്ല. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി മോഹനൻ പറഞ്ഞിട്ടുണ്ട് BJP-യുടെ സഹായത്തോടെയാണ് കർണാടകയിലേക്ക് പ്രവേശിച്ചത്. അവിടെ പിണറായി അല്ലല്ലോ. അവിടുത്തെ പരിശോധനയിൽ എന്തേ അവിടേക്ക് കടന്നത്? അവർക്ക് പാസ് ഇല്ലല്ലോ, പ്രോപ്പർ പാസുമായിട്ടല്ലല്ലോ അവർ അതിർത്തി കടന്നതെന്നാണല്ലോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കാര്യമല്ലേ? ഏറ്റവും ഒടുവിൽ അങ്ങ് പറഞ്ഞു ജനം ബ്രേക്ക് ചെയ്തു. ദയവായി, രാഷ്ട്രീയ വിവാദങ്ങൾ ഇനിയും വരും, തർക്കങ്ങൾ വരും. മാന്യത വിട്ട് ആരോപണം ഉന്നയിക്കരുത്. ഇപ്പൊ ജനത്തിന്റെ ബ്രേക്കിംഗ് പൊളിച്ചടുക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ സംപ്രേഷണം ചെയ്ത ദൃശ്യത്തിലുള്ള ആ ലോങ്ങിറ്റ്യൂഡ് വെച്ചുകൊണ്ട് കൃത്യമായിട്ട്
IT കുട്ടികൾ നാണം കെടുത്തിയിരിക്കുന്നു ജനം ടിവിയെ. അവിടെ ക്ലിഫ് ഹൗസിൽ നിന്ന് 1 കിലോമീറ്ററും 200 മീറ്ററും അകലെയുള്ള ഒരു ഷോപ്പിംഗ് മാളിലാണ് നിങ്ങളുടെ ജനം TV സംപ്രേഷണം ചെയ്ത ദൃശ്യത്തിലെ ഗൂഗിൾ മാപ്പിങ്ങിലെ പോയിന്റ് ലൊക്കേഷൻ എന്ന് കണ്ടുപിടിച്ച് തലയിൽ അഭിമാനമുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് നിൽക്കേണ്ട സ്ഥിതി ജനം ടിവിക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അങ്ങ് ഈ ചർച്ചയിൽ അത് തന്നെ വീണ്ടും ഉന്നയിക്കാമോ? നമ്മൾ വ്യക്തിപരമായ ആരോപണങ്ങളും കുടുംബാംഗങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളും പറയുമ്പോൾ അതിൽ ആധികാരികതയും വ്യക്തതയും വേണം. അതില്ലെങ്കിൽ ജനങ്ങളുടെ മുൻപിൽ അപഹാസ്യരായിട്ട് മാറും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി.